എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷാരി. ഞാനൊരു ടൂർ ഓർഗനൈസറാണ്. ഡോറയുടെ പ്രയാണം എന്നാണ് എൻ്റെ ട്രാവൽസിൻ്റെ പേര്. ഇത് 5 ദിവസത്തെ കാശ്മീർ യാത്രയാണ് കേട്ടോ. കൂടെ കുട്ടികളടക്കം 21 പേരുണ്ട്. ഈ വീഡിയോയിൽ ശ്രീനഗറിലെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയിലെ പഹൽഗാമിലെ കാഴ്ചകളുമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. കാശ്മീരിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കുറച്ച് കാര്യങ്ങൾ വ്യക്തമാവുക എന്നുള്ള രീതിയിലാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒപ്പം ഞങ്ങളുടെ ഈ ഒരു യാത്രയുടെ എന്നത്തേക്കും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ നേരത്തെ ഫ്ലൈറ്റ് 2 മാസം മുമ്പൊക്കെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏത് ഫ്ലൈറ്റ് യാത്രയാണെങ്കിലും നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും റീസണബിൾ റേറ്റിൽ നമുക്ക് ഫ്ലൈറ്റ് കിട്ടുള്ളൂ. അപ്പം ഇത് നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. ആദ്യം കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് ശ്രീനഗർ, ഇങ്ങനെയായിരുന്നു കണക്ഷൻ ഫ്ലൈറ്റ്. ഇന്നത്തെ ദിവസം, അതായത് ഫെബ്രുവരി 23, 2025 ഈ ഒരു ദിവസം എൻ്റെ ബർത്ത്ഡേ കൂടെയാണ്. കൂടെയുള്ള ആർക്കും അറിയില്ല കേട്ടോ. അപ്പം രാവിലെ മുതൽ തന്നെ ഒരുപാട് ഇൻസ്റ്റയിലാണെങ്കിലും വാട്സപ്പ് സ്റ്റാറ്റസ് ആണെങ്കിലും ഫ്രണ്ട്സ് ഒരുപാട് പേര് സ്റ്റാറ്റസൊക്കെ ഇട്ട് കണ്ടു. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് പേരുടെയൊക്കെ ഇങ്ങനെ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടും ഇങ്ങനെ പോവാണ്. ശരിക്കും കാശ്മീർ അടുക്കും തോറും നമുക്ക് ഇങ്ങനെ കുറച്ചും കൂടെ വിസിബിൾ ആവും. മഞ്ഞൊക്കെ നമുക്ക് അത്രയും നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. പെട്ടെന്നാണ് എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിട്ട് എൻ്റെ ടിക്കറ്റ് ആദ്യം ചോദിച്ചു. അത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനൊരു ഗിഫ്റ്റ്, ഒരു ഇൻഡിഗോ ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. ഇങ്ങനൊരു ഫ്ലൈറ്റിൽ നിന്ന് ഒരു ബർത്ത്ഡേ ചെറിയൊരു കേക്കൊക്കെ ആയിട്ട് അപ്പോൾ അതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിങ്ങളും ഇതുപോലെ ബർത്ത്ഡേയുടെ അന്ന് ഫ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതെങ്ങനെയാണ് ഇവർ അറിഞ്ഞതെന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് ഫ്ലൈറ്റ് മൊത്തം. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി വഴിക്കാൻ, അതായത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ 0 ഡിഗ്രി ആണ് സെൽഷ്യസ് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ആയിരുന്നു കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമ്മൾ ഇറങ്ങി. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ചൂട് നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു തണുപ്പ് അത് എൻജോയ് ചെയ്യാനാണല്ലോ കൂടുതൽ ആളുകൾ കാശ്മീരിലോട്ട് വരുന്നത്. ചെറിയൊരു എയർപോർട്ടാണ്. എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഫോട്ടോ വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അലോ ചെയ്യില്ല. അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകം അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പോയില്ല. ഇതാണ് നമ്മുടെ കൂടെയുള്ള ഓരോരോ ആളുകൾ കേട്ടോ. അപ്പം നമ്മളുടെ ഇന്നത്തെ പരിപാടി, അതായത് നോർമലി നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് വരുമ്പോൾ 4 മണിക്കൊക്കെയാണ് നമ്മൾ ശ്രീനഗറിൽ എത്താറ്. പക്ഷേ നമുക്ക് ഇന്ന് ഈ ഒരു ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നേരത്തെയാണ്. അപ്പോൾ നമ്മൾ 12 മണിയാകുമ്പോഴത്തേക്കിനും നമ്മൾ പുറത്ത് കടന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നേരെ പോയിട്ട് ലഞ്ച് കഴിക്കുക എന്നുള്ളതാണ്. ഫ്ലൈറ്റിൽ ഒരു കേക്ക് വിതരണമൊക്കെ കഴിഞ്ഞതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി ബർത്ത്ഡേ ആണെന്ന്. പോകുമ്പോൾ പറയുമായിരുന്നു എല്ലാവരും ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ ഇവിടുത്തെ നമ്മളുടെ ഏജൻറ്റിനെ വിളിച്ചിട്ട് നമുക്ക് നല്ലൊരു ലഞ്ച് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ചെന്നിട്ട് എന്താ പറയുക, അങ്ങനെ എന്തായാലും ഇവരിത് ചോദിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തത് കേട്ടോ. അങ്ങനെ കഴിച്ചിറങ്ങി നമ്മളുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഷിക്കാര റൈഡാണ്. ഇതിനിടയിൽ നമ്മളുടെ താമസിക്കുന്ന ഹോട്ടലിൽ ലഗേജൊക്കെ വെച്ചിട്ടാണ് പെട്ടെന്ന് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. അപ്പം നമ്മൾ ഷിക്കാര റൈഡിന് പോവുകയാണ്. ഈ ഒരു റൈഡെന്ന് പറയുന്നത് 1 hour-ആണ്. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എത്രയോ 22 കിലോമീറ്ററോളാണ് കേട്ടോ ഇതിങ്ങനെ നീണ്ടു നിവർന്ന് പരന്ന് കിടക്കുന്നത്. അത് ഫുള്ളൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 1 hour ജേർണിയാണ്. നമ്മൾ ഇതിൽ കയറുമ്പോൾ തന്നെ ഇവർ പറയും വേറെ വല്ല സ്ഥലങ്ങളിലോ വേറെ സ്പോട്ടിലേക്കോ പോകണമെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് എന്ന് പറയൂ കേട്ടോ. അപ്പം അത് ഇൻട്രസ്റ്റ് ഉള്ളവർക്കും എടുക്കാം, അല്ലെങ്കിൽ നോർമൽ ഇത്ര തന്നെയാണ് എല്ലാവരും ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഈ ഷിക്കാര റൈഡിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു മെയിൻ മറ്റൊരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത്
നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ പല ഐറ്റംസുകൾ കൊണ്ടുവരും. അത് ഷോപ്പിംഗ്, ചെറിയ മാല ഐറ്റംസ് അങ്ങനത്തെ വരും. അതേപോലെ തന്നെ കുങ്കുമപ്പൂ, അതാണല്ലോ കാശ്മീരിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അത് സെയിലിന് വരും. കാവ, അതായത് കവ ടീ, അത് വരും. അങ്ങനെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ അടുത്തോട്ട് വരും. അപ്പോൾ നമുക്ക് ഈ തടാകത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചെയ്യാം. പക്ഷേ പ്രത്യേകം നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റാണ് ഇവർ പറയുക. നോർമൽ ഇപ്പോൾ ശ്രീനഗറിൽ നമ്മളൊരു ഷോപ്പിൽ നിന്ന് പോയിട്ട് വാങ്ങുന്നതിനെക്കാട്ടിലും ഇവിടുന്ന് നമ്മുടെ അടുത്തോട്ട് അവർ കൊണ്ടുതരുവാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു റേറ്റ് അവർ പറയും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി വേഷത്തിൽ നമുക്ക് ഫോട്ടോഗ്രാഫിയോ അതൊക്കെ അവരെടുത്ത് തരും. അത് പ്രിൻ്റായിട്ട് നമുക്ക് തരും കേട്ടോ. അപ്പോൾ അങ്ങനെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ കൂടെ വന്ന മറ്റൊരു വിൽപ്പനക്കാരനാണ്. അതായത് കുങ്കുമപ്പൂവാണ് ആള്. 1 ഗ്രാം കുങ്കുമപ്പൂവിന് 200 രൂപ അങ്ങനെ വരെ അത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം 500 രൂപ 1000 രൂപയൊക്കെ തൊട്ട് പറഞ്ഞു തുടങ്ങിയതാണ്. പിന്നെ അത് കുറഞ്ഞ് 2 ഗ്രാമിന് 200 രൂപ, അല്ല 1 ഗ്രാമിന് 200 രൂപ എന്നുള്ള രീതിയിലേക്ക് വന്നു. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റേറ്റ് ഇങ്ങനെ നമുക്കനുസരിച്ച് ഇവർ കുറച്ച് തരുവാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഒറിജിനൽ പ്രൊഡക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ അത് നമ്മൾ തിങ്ക് ചെയ്യുക. ഒരിക്കലും ഞാൻ ഇവിടുന്ന് ആരും ഒന്നും വാങ്ങരുതെന്നും പറയില്ല. കാരണം ഇവിടുത്തുകാരുടെ വരുമാനം അതാണ്. അപ്പോൾ ഒരാളുടെയും വരുമാനം നമ്മൾ മുട്ടിക്കുമല്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ലോജിക്കോട് കൂടി ചിന്തിച്ച് മേടിക്കുക എന്ന് പറയില്ലേ. പ്രത്യേകിച്ച് നമ്മൾ കുങ്കുമപ്പൂ നമ്മൾ അത്രയും ഒറിജിനൽ ആവണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കുമല്ലോ വാങ്ങിക്കുക. നമ്മളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിരിക്കുമല്ലോ വാങ്ങിക്കുക. അപ്പം ഇതാണ്. ഇപ്പോൾ ഈ തടാകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമൊന്നും അത്ര ഒരു ഭംഗി ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഭാഗം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ പോലെയും അവിടെയുള്ള ബോട്ടിംഗ് ഒക്കെ തകർന്ന് കിടക്കണ പോലെ. ബോട്ടിംഗ് മീൻസ് ഇത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹൗസ് ബോട്ടുകളാണ് കേട്ടോ. മൂവി ഇല്ല, അവിടെ തന്നെ കിടക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ നാശം വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറേ നല്ല ഭംഗിയുള്ള സ്പോട്ടിലൂടെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവരിങ്ങനെ ശരിക്കും നമ്മളെ പേടിപ്പിക്കുക കേട്ടോ. അതൊന്ന് ജസ്റ്റ് ആളിങ്ങനെ ഒന്ന് മൂവ് ചെയ്യിപ്പിച്ചതാണ്. അപ്പം അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായിരുന്നു വാങ്ങിച്ചത്, മറ്റേ പോപ്കോൺ ഇല്ലേ, അതിങ്ങനെ വേവിച്ചത്, മീൻസ് അത് അത് വേവിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. പിന്നെ നമ്മുടെ വിനോദേട്ടൻ നല്ല കാശ്മീരി കാവ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നോട്ടീസ് ചെയ്തത് അത് അത്ര നല്ലൊരു കാവയായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു 1 hour ജേർണി കഴിഞ്ഞ് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ പേര് നമ്മൾ ഈ ഷിക്കാര റൈഡിൽ പോകുമ്പോൾ ഇങ്ങനെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ ഓരോരുത്തരുടെ ലുക്കൊക്കെ നോക്കി എന്തൊരു ഭംഗിയായല്ലേ. ഇവിടെ വരുമ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ഇതിനകത്ത് ഒരു ഫോട്ടോയ്ക്ക് 150 രൂപ. നമ്മൾ ആകെ ഒരു ഫോട്ടോ മാത്രമായിട്ട് അവർ എടുത്തു തരില്ല. എടുത്തു തരുമ്പോൾ ഒരു 3 ഫോട്ടോ ഒക്കെ മിനിമം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാനും അങ്ങനെ പെട്ടു. ഞാൻ ഒന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു മിനിമം 3 എണ്ണം മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ കൂടെയുള്ള ചുക്കുട് പാവയാണ്. അപ്പം എല്ലാവരും നല്ല ക്യൂട്ടായിട്ടുണ്ട് ഫോട്ടോയിൽ. കണ്ടല്ലേ എന്ത് ഭംഗിയല്ലേ. അപ്പം അങ്ങനെ ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം 3 എണ്ണം മിനിമം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അപ്പോഴല്ലേ അവർക്ക് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 150 രൂപ വെച്ചിട്ട് അങ്ങനെ മേടിച്ചു, നമ്മൾ കൊടുത്തു. കുറേ പേര് അങ്ങനെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എന്താ പറയുക, വീഡിയോ എടുക്കുന്നതും മറ്റുള്ളവർ ഷിക്കാരയിൽ പോയപ്പോഴത്തേക്ക് എല്ലാവരും കയറ്റി വിട്ടിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒന്നും വിഷ്വലും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ഷിക്കാര റൈഡ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ പോകുന്നത് ഇവിടെ ഒരു സൺഡേ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിഷ്വലൊന്നും ഞാൻ എടുത്തില്ല. നേരെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വന്നു. ഇത് പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. തണുപ്പ് എങ്ങനെയുണ്ട്? പോരെ എങ്ങനെയുണ്ട്? നന്നായി ഉറങ്ങിയോ? ഗുഡ് മോർണിംഗ്. അപ്പം കാശ്മീരിൽ ഞങ്ങളുടെ 2nd ഡേ ആണിത്. നമ്മളിന്ന് ശ്രീനഗറിൽ നിന്ന് പഹൽഗാമിലേക്കാണ് പോണത്. ഇവിടുന്ന് ഒരു 2-2.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം ഞങ്ങളെല്ലാം ഫുൾ സെറ്റായിട്ടാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഇവിടുന്ന് തന്നെയായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നമ്മൾ ഇവിടുന്ന് പോവാണ്. നമ്മൾ റൂമിൽ അങ്ങനെ ഹീറ്ററൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ തണുപ്പറിഞ്ഞില്ല. പക്ഷെ പുറത്തെത്തി കഴിഞ്ഞപ്പോൾ ഇന്നലെ അങ്ങോട്ട് അകത്ത് പോയ ആൾക്കാരല്ല കേട്ടോ ഇന്ന് വന്നത്. അത്രയും ഡിഫറെൻ്റ് ആയിട്ട് ഈ ഡ്രസ്സും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആരും മനസ്സിലാവണ പോലില്ല. എന്തായാലും ഇവരോട് നമുക്കൊന്ന് എക്സ്പീരിയൻസ് വെക്കാം. തണുപ്പ് എങ്ങനെയുണ്ട്? പുറത്തിറങ്ങിയപ്പോൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തണുപ്പ് എങ്ങനെയുണ്ട്? നല്ല സുഖം. തണുപ്പ് ഫീൽ ചെയ്യണില്ലേ കൂടുതൽ? ഇവിടെ അമ്പ ചേച്ചി നല്ല തണുപ്പുണ്ട്.
ചേച്ചി തണുപ്പ് എങ്ങനെയുണ്ട്? അപ്പൊ ഇനി പഹൽഗാമത്തി എന്താവും? പോയി നോക്കാം. അതെ അതെ അതെ. തണുപ്പ് എങ്ങനെയുണ്ട്? തണുപ്പ് സൂപ്പർ 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 തണുപ്പ്. അതന്നെ അതന്നെ. അപ്പൊ അത് മാക്സിമം ഉണ്ട്. നമ്മുടെ ആളുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മളുടെ മൊത്തം ഗ്രൂപ്പ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു അത്യാവശ്യം ദൂരമുണ്ട്, ഒരു 2-2.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. പക്ഷെ അതിനിടയിലൊക്കെ ഇതുപോലെ, അതായത് നല്ല ഇതിപ്പോൾ നേരെ ടൗണിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ എപ്പോഴും പോകുമ്പോൾ, അതായത് ഈ 2.5 മണിക്കൂർ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ വരും. കാരണം നമുക്കിപ്പം അറിയാമല്ലോ, ശ്രീനഗർ പോലെയുള്ള, കാശ്മീർ പോലെയുള്ള ഒരു സ്ഥലത്ത് വരുമ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്തെ കാക്കുന്ന പട്ടാളം, ശരിക്കും നമ്മളിവിടെ വരുമ്പോഴാണ് ഒരു പട്ടാളക്കാരനെയൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു വണ്ടി പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു പ്രൗഡ് തോന്നും. അപ്പം അവരുടെ വണ്ടിയൊക്കെ പാസ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ വണ്ടി ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയും. അപ്പം അതൊക്കെ ആ ഒരു വണ്ടി പാസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ചെക്കിങ്ങോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ നമ്മളെ, അതായത് ടൂറിസ്റ്റുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല കേട്ടോ. അത് പ്രത്യേകം നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും പണ്ടൊക്കെ എന്ന് പറയുന്നത് കാശ്മീരിലേക്ക് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പേടി പോലെയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു പട്ടാളക്കാരനെ കിട്ടിയത്, ആളെ ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ഒരുപാട് പേര് ഫോട്ടോസ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പോകുന്ന വഴി നമ്മളിവിടെ ഒരു ഷോപ്പിൽ കയറി. അതായത് ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സും അതേപോലെ തന്നെ കുങ്കുമപ്പൂവ്, അതൊക്കെ വളരെ ഒറിജിനലായിട്ട് നമുക്ക് കിട്ടും. കുങ്കുമപ്പൂവ് നിങ്ങൾ ഈ പഹൽഗാം പോകുന്ന വഴി വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഡ്രൈ ഫ്രൂട്ട്സ് എനിക്ക് തോന്നുന്നു ശ്രീനഗറിൽ ഇതിനേക്കാട്ടിലും കുറച്ചും കൂടെ റേറ്റ് റീസണബിൾ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതൊക്കെ അവിടുന്ന് മേടിച്ചാൽ മതി. പക്ഷേ സാഫ്രോൺ കുറച്ചും കൂടെ ഒറിജിനൽ കിട്ടുന്നതും ഇവിടെയാണ്. ഈ കാണുന്നതൊക്കെ ആപ്പിൾ ട്രീ ആണ് കേട്ടോ. കാശ്മീരിനെ എപ്പോഴും പറയാറുണ്ടല്ലോ പൊതുവേ, അതായത് ഓരോ സീസണിൽ, ഇപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അവരുടെ വണ്ടികൾ പാസ് ചെയ്യാണ്. അപ്പം നമ്മൾ ഈ സൈഡിൽ നമ്മൾ അതായത് ഈ സൈഡിലുള്ള വണ്ടികളെല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കണം. അവർ പോയതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ പാടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കാശ്മീരിന് ഓരോ കാലഘട്ടത്തിലും ഓരോ ഭംഗിയാണ്. നേരത്തെ ആപ്പിൾ ട്രീ കണ്ടില്ലേ? ആ അതായത് ആപ്പിൾ ഉണ്ടാകുന്ന സമയത്ത് അതിങ്ങനെ വളരെ പച്ചപ്പായി ഫുൾ ആപ്പിളായിട്ട് നിൽക്കും. പക്ഷെ ഇപ്പോൾ നമ്മുടെ അതായത് ഈ പോകുന്ന ഭാഗങ്ങളൊക്കെ എല്ലാം ഉണങ്ങി കരിഞ്ഞ് ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു സമയം ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് മഞ്ഞാണ്. മഞ്ഞ് കാണാനാണ് ഈ ടൈമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ എത്തിക്കുന്നത്, നമ്മളുടെ ട്രാവലർ ഇതുവരെ പോവുള്ളൂ. ഇവിടുന്ന് ഷെയർ ടാക്സി എടുത്തിട്ട് വേണം പഹൽഗാമിലെ വ്യൂ പോയിന്റുകളിലേക്ക് പോകാനായിട്ട്. ഒന്നില്ലെങ്കിൽ കുതിരപ്പുറത്ത് പോവാം, അല്ലെങ്കിൽ ഷെയർ ടാക്സി പോവാം. കുതിര ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ 3 വണ്ടിയായിട്ട് നമ്മൾ ടാക്സി എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ 3 പോയിന്റിലേക്കായിട്ട് 2500 രൂപയാണ് ഇവർ ചാർജ് ചെയ്തത്. ഞങ്ങൾ കയറിയ വണ്ടിയിലുള്ള ഇത്രയും പേരുണ്ട്, 7 പേരാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ കയറിയത്. ആ പോകുന്ന റൂട്ട് കണ്ടോ? ഇവിടെയൊക്കെ അതായത് ഇതിപ്പോൾ ഫെബ്രുവരി 23 ഇന്നത്തെ ദിവസം. ഈ ഒരു ടൈമിൽ മഞ്ഞൊക്കെ ഉരുകി ഇങ്ങനെ പോയോണ്ടിരിക്കുന്നുണ്ട് പല ഭാഗങ്ങളിൽ നിന്നും. കുറച്ച് മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. സാധാരണയൊക്കെ പഹൽഗാമിലേക്ക് വരുമ്പോൾ, ഇപ്പം ഞാൻ ഒത്തിരി തവണ കാശ്മീരിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ടൈമിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ മഞ്ഞ് പഹൽഗാമിലേക്കൊക്കെ പോകുന്ന വഴി തന്നെ കാണുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഫസ്റ്റ് ടൈം കാണുന്നത് കൊണ്ട് ആ ഒരു ഭയങ്കര ഒരു ത്രില്ലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവരും കാശ്മീരിലേക്ക് ഒട്ടുമിക്ക ആളുകളും പുതിയ ആളുകളാണ്, ആദ്യമായിട്ട് വരുന്നവരാണ്. അപ്പം മഞ്ഞ് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ലല്ലോ. അപ്പം നമ്മൾ ആദ്യത്തെ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ആരു വാലി എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ഒരുപാട് സിനിമ ഒക്കെ ഷൂട്ട് ചെയ്ത, ഒരുപാട് പാട്ട് സീനുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. നോർമലി ഇവിടെ ഒരു എൻട്രി ടിക്കറ്റ് കാര്യങ്ങളും ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഈ വിൻ്റർ ആയതുകൊണ്ടായിരിക്കണം പ്രത്യേകമായിട്ടൊരു എൻട്രിയുടെ ഒരു കൂട് തന്നെ അവിടെ വന്നിട്ടുണ്ട്. 30 രൂപയാണ് ഇങ്ങോട്ടേക്കുള്ള എൻട്രി. പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ കാണാനായിട്ടൊരു നോർമൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഈ ഒരു ഇതൊരു വീടല്ല, ഒരു ഹോട്ടലാണ്. ആ ഒരു ഇതുണ്ട് എന്നല്ലാതെ വേറെ ഈ ഒരു പോയിന്റിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. പക്ഷേ എന്നിട്ടാണ് വെറുതെ ഒരു എൻട്രി ടിക്കറ്റ് ഇവർ വാങ്ങിക്കുന്നത്. ബാക്കിയുള്ള സമയങ്ങളിലൊന്നും വന്നു കഴിഞ്ഞാൽ അങ്ങനെ എൻട്രി ടിക്കറ്റ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതാണ് ഈ ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിൽ ടൂറിസ്റ്റുകൾ, ഇവിടുത്തെ ആളുകളുടെ പ്രധാന വരുമാന മാർഗം ടൂറിസ്റ്റുകൾ വന്നാൽ തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാക്സിമം അവരെടുക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് കുറ്റം പറയാനും പറ്റില്ല അല്ലേ? ശരിക്കും ഇതൊരു ഭൂമിയിലെ സ്വർഗം. ഇത് നമുക്ക് സ്വർഗത്തിലൂടെ ആണോ പോണേ എന്നുള്ളൊരു ഫീൽ തന്നെയാണ് നമുക്ക് ഈ ഒരു യാത്രയിൽ മുഴുവനും കിട്ടുന്നത്. അത്രയും ഭംഗിയാണ് കേട്ടോ.
നമ്മളങ്ങനെ അടുത്തൊരു പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ചന്ദൻവാരി എന്നാണ് ഈ പോയിന്റിൻ്റെ പേര്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നല്ല 2 മണിയൊക്കെ കഴിഞ്ഞു. നല്ല വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാഗിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ. നാട്ടിൽ മാഗിയൊന്നും കണ്ടാൽ തിരിഞ്ഞു നോക്കാത്ത ആളുകളാണ്. ഓംലേറ്റ് ഉണ്ട്, അങ്ങനെ മാഗിയൊക്കെ കഴിച്ച് നമ്മൾ അവിടുന്ന് ഇതാണ് ആ പോയിന്റ്. പക്ഷേ കണ്ടില്ലേ, മഞ്ഞുരുകി ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അധികം അങ്ങോട്ട് പോകാൻ വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല ആ വെള്ളത്തിലൂടെ. അപ്പോൾ ഞാൻ തിരിച്ചിങ്ങനെ വണ്ടിയുടെ അങ്ങോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പറഞ്ഞ സമയത്ത് തന്നെ എത്തി. കണ്ടില്ലേ, കുട്ടികളൊക്കെ മണ്ണ് വാരി കളിക്കുന്ന പോലെയാണ് എല്ലാവരും മഞ്ഞ് കണ്ടപ്പോഴൊരു സന്തോഷം. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇത് ബേത്താബ് വാലി എന്നാണ് നമ്മളുടെ അടുത്ത പോയിന്റിൻ്റെ പേര്. പക്ഷെ അതിൻ്റെ മുകളിൽ, അതായത് ഇതിൻ്റെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ നേരെ താഴെയാണ് ബേത്താബ് വാലി. ഒരു പാർക്ക് പോലെ. പാർക്ക് എന്ന് വെച്ചാൽ പാർക്കിൻ്റെ എക്യുപ്മെൻസും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. പക്ഷെ എന്നാലും നോർമൽ എന്താ പറയുക, ഏപ്രിൽ ആ സമയങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഗ്രീനിഷ് ആയിട്ട് നിന്ന് നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ ഇപ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട് മഞ്ഞും കാര്യങ്ങളും നിറഞ്ഞ് ഫുൾ വെള്ളമായിട്ട് ചളിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അത്ര ഒരു ഇതാവില്ല എന്ന് വണ്ടിക്കാർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളത് ആ ഒരു പ്ലാൻ മാറ്റിയിട്ട് നമ്മളിതിൻ്റെ മുകളിൽ നിന്ന്, അതായത് താഴേക്ക് കുറച്ച് നേരം വ്യൂ ഒക്കെ നോക്കി. പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കലും പരിപാടികളും ഒക്കെ ആയിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ള ഷാറൂഖ് ഖാൻ ആയിരുന്നു കേട്ടോ അത്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോയോണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ജ്യൂസ് കഴിക്കാനായിട്ട് കയറിയതാണ്. കണ്ടില്ലേ, ആപ്പിൾ ഇപ്പം ഇല്ലെങ്കിലും ആപ്പിൾ ഇവിടെ ഉണ്ട്. നല്ല ഫ്രഷ് ആപ്പിളായിരുന്നു കേട്ടോ. ആപ്പിളും വാങ്ങിച്ച് അവിടെ നിന്ന് ജ്യൂസും കഴിച്ച് പിന്നെ ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത് ഇവിടെ നമ്മൾ ഈ പോകുന്ന വഴി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, ഒരുപാട് ബാറ്റുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ 2 ഭാഗത്തും ഉണ്ട്. അപ്പം ആ ഒരു ബാറ്റ് ഫാക്ടറിയാണ് ഇപ്പം നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. നിറയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ മരമാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക പ്രൊഡക്ഷൻ നടക്കുന്നത് ഇവിടെയാണ്. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് കണ്ടു. ജസ്റ്റ് നമ്മളുടെ കൂടെ ഉള്ളവരൊക്കെ ഭയങ്കര ക്രിക്കറ്റ് ഫാൻസ് ആണെന്ന് എനിക്കിപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത്. 6 അടിച്ച പവറാണ്. കൂടെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഇറങ്ങിയത്. എന്തായാലും നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാട്ടിലും വളരെ റേറ്റ് കുറവിലാണ് ഇവിടുന്ന് നമുക്ക് ഇത് മേടിച്ചു പോവുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാശ്മീർ വിസിറ്റിൽ നിങ്ങൾ പഹൽഗാം പോകുമ്പോൾ ജസ്റ്റ് ഇവിടെ വിസിറ്റ് ചെയ്യുക. ആ ഒരു ഫാക്ടറിയുടെ മുമ്പിൽ തന്നെയാണ് ഇവരുടെ ഔട്ട്ലെറ്റ് ഉള്ളത്. അപ്പം ആ ഔട്ട്ലെറ്റിൽ കയറി നമ്മളുടെ കൂടെയുള്ള ഒരു മിനിമം ഒരു 4-5 ബാറ്റെങ്കിലും നമ്മുടെ ടീംസ് വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു. ഇനി നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം, അതായത് ഇനി ശ്രീനഗറിലെ 3ാമത്തെ ദിവസത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.